പ്രൈസ് ലോർഡ്. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ജെനസിസ് 6:6 നമുക്ക് കാണാൻ പറ്റും. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. അപ്പം ഈ ഒരു വചനം നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം എന്തുമാത്രം വിഷമിച്ചെന്നുള്ള കാര്യം. ആ സമയത്തിൽ അപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി കെയർ ചെയ്ത് എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് അതിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ആ സമയത്ത് ദൈവത്തിൻ്റെ ഹൃദയം എത്ര വേദനിച്ച് കാണും അല്ലേ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മനുഷ്യൻ ജീവിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പം എത്ര സങ്കടമാണ് ദൈവത്തിൻ്റെ മനസ്സിൽ വന്ന്. അപ്പം നമ്മൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിനെ ഹാപ്പി ആക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പക്ഷേ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. ചില സമയങ്ങളിൽ ഇപ്പം എൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിസിഷൻ എടുക്കും. ദൈവം ഇന്നോട്ട് ഞാൻ യേശുപ്പയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാത്രമേ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ ഡിസിഷൻ എടുക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ആ ദിവസങ്ങളിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കാത്ത പല ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഫെയിലായി പോകാറുണ്ട്. എപ്പോഴും നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വിജയിക്കണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഫെയിലായി പോകാറുണ്ട്. പക്ഷെ ആ ഫെയിലായി പോയെന്ന് വെച്ച് നമ്മളവിടെ തീർന്നു പോകുന്നില്ല. നമ്മളെ അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ദൈവമുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ഫെയിലാവുമ്പം നമ്മളെ അതിൽ നിന്ന് ദൈവം ഓരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മൾ ഇന്ന രീതിയിൽ ജീവിക്കണം, ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്നതെന്ന് നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസിലൂടെ ദൈവം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തരും. അപ്പോൾ ഓരോ പ്രാവശ്യം ഫെയിലാവുമ്പോഴും അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ ഉയരത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ക്യാരക്ടറിനെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ഡിസിഷനും നമ്മൾ എടുക്കുമ്പം അവിടെ ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ്, അതിൻ്റെ ആവശ്യം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പം ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, ഡിസയേഴ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് കഴിയുമ്പം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തെ ചെയ്യുന്ന ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും നമ്മുടെ യേശുപ്പയെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ ആയിത്തീരാൻ നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കാം. അതുപോലെ നമുക്ക് എബ്രായർ 6:10 കാണാൻ പറ്റും. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും അതൊന്നും മറന്നു കളയുന്ന ഒരു ദൈവമല്ല. നമ്മളെ അതിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.